എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2024 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിന്റെ ഇംഗ്ലീഷ് മലയാളം പാർട്ടാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. വൺ മസ്റ്റ് ഡു ഡാഷ് വർക്ക്. എന്താ പറയാ? വൺ മസ്റ്റ് ഡു വൺസ് വർക്ക് അല്ലെ? സി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. അക്വൈൻറ്റൻസ് എങ്ങനെയാണ് സ്പെല്ലിംഗ്? ACQUAINTANCE, അക്വൈൻറ്റൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ഫോർ ദ ഫോളോയിങ്. റൈസിംഗ് എയർ ടെമ്പറേച്ചേഴ്സ് ഡാഷ് ദ ഫിസിക്കൽ നാച്ചർ ഓഫ് അവർ ഓഷ്യൻസ്. ആൻസർ സി ആണ്, അഫക്റ്റ്. AFFECT, അഫക്റ്റ്. Next question, identify the synonym of venerate. Answer A, respect. Next question, identify the antonym for emaciation. Antonym പറഞ്ഞ വിപരീതം എന്താണ്? Invigoration. Next question, identify the pair of related words blurred, confused. Answer D ആണ്, muddled, unclear. Next question, a large dark grey cloud that brings rain or snow is called. Answer B, nimbus. Next question, the idiom to have an axe to grind means. Answer D, to have a selfish interest to serve. Next question, I dash ഗോഡയാണ് എഴുതേണ്ടത്. To the market with my friends now. ഇപ്പൊ നടക്കണതാണ്. അപ്പൊ എന്താണ്? I am going to the market with my friends now. Next question, this brand of furniture is dash any other brand of furniture in the market. അപ്പൊ ഒരെണ്ണത്തിനെ കമ്പയർ ചെയ്യാണ് അല്ലെ? അപ്പൊ എന്താണ്? കോസ്റ്റ്ലിയർ ദാൻ. This brand of furniture is costlier than any other brand of furniture in the market. Next question അവർ ഒഴിവാക്കിയതാണ്. Next question നോക്കാം. Identify the most suitable pair of words to complete the sentence. Despite being the dash partner in the relationship, the franchisor does not always have all the dash. Answer D ആണ്, despite being the dominant partner in the relationship, the franchisor does not always have all the advantages. Next question, we are happy that our chief minister with the members of his cabinet dash to be present at the function. Answer A ആണ്, is. Next question, no sooner had she entered the room dash and everybody began to make sound. അപ്പൊ എന്താ പറയാ? no sooner കഴിഞ്ഞാൽ than വെക്കണം. അപ്പൊ than the lights went out. No sooner had she entered the room than the lights went out and everybody began to make sound. No sooner കഴിഞ്ഞാൽ than എന്നുള്ളത് വെക്കണം എന്നുള്ളത് നിർബന്ധമാണ്. Next question, we met her immediately after the session in which she dash a nice speech. Answer B ആണ്, had given. Next question, the guest admired my paintings but they dash my writings. They seemed to have disliked my writing. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് പറയാം. ഓർണിത്തോളജി മീൻസ്. ഓർണിത്തോളജി പറഞ്ഞ എന്താണ്? സ്റ്റഡി ഓഫ് ബേർഡ്സ്. സെലക്ട് ദ ആൾട്ടർനേറ്റീവ് വേർഡ് ഓഫ് ഡിസ്റ്റേസ്റ്റ്ഫുൾ ഫ്രം ദ ഫോളോയിങ്. ആൻസർ ബി ആണ്, അൺപ്ലസന്റ് ആണ് ഡിസ്റ്റേസ്റ്റ്ഫുൾ എന്നുള്ളതിന്റെ മീനിങ് ആയിട്ട് വരുന്നത്.
നെക്സ്റ്റ് മലയാളാണ്. ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ എന്താ വരിക? ആൻസർ ബി ആണ്. ആരോഗ ശരീരം. അരോഗ ശരീരം. ആരോഗ അല്ല, അരോഗ ശരീരം. രോഗമില്ലാത്ത ശരീരം എന്നുള്ള അർത്ഥമാണ് അരോഗ ശരീരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോട്ടെ പ്ലസ് അവൻ ചേർത്തെഴുതിയാൽ. പോട്ടെ പ്ലസ് അവൻ എങ്ങനെയാണ് ചേർത്തെഴുതുക? പോട്ടവൻ എന്നും വരും, പോട്ടേയവൻ എന്നും വരും. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിരിച്ചെഴുതുക. കാട്ടിനേൻ എങ്ങനെ പിരിച്ചെഴുതുക? കാട്ടി പ്ലസ് ഏൻ, കാട്ടിനേൻ. നെക്സ്റ്റ്, തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ബി ആണ് വരിക. ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടു കൂടി വർത്തിക്കണം. സ്നേഹാദരാണ്, സ്നേഹോദര അല്ല, സ്നേഹാദര. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട് എന്നതിനെ യോജിച്ച മലയാള വിവർത്തനം എടുത്തെഴുതുക. ആൻസർ ഡി ആണ്. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേൻ എന്ന അർത്ഥം വരുന്ന പദം എടുത്തെഴുതുക. ആൻസർ ഡി ആണ്. മധൂലി. മധൂലി എന്ന് പറഞ്ഞാൽ തേനാണ്. മധു, മരന്തം, മകരന്തം അതൊക്കെ തേനാണെന്ന് പഠിച്ചിട്ടുണ്ടാവും. മധൂലിയും തേനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൊത്തിക്കൊണ്ടു പറക്കാനും വയ്യ, ഇട്ടേച്ചു പോകാനും വയ്യ എന്നതിന് സമാന സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊല്ലേത്? മധുരിച്ചിട്ട് തുപ്പാനും മേല, കച്ചിട്ടിറക്കാനും മേല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് പറയാം. മഞ്ഞപ്പട്ടുടുത്തവൻ എന്ന അർത്ഥം വരുന്ന പദം എഴുതുക. പീതാംബരൻ. പീതാംബരം പറഞ്ഞെന്താ വെച്ചെങ്കിൽ മഞ്ഞപ്പട്ട് എന്നുള്ള അർത്ഥമാണ് പീതാംബരൻ, മഞ്ഞപ്പട്ടുടുത്തവൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ധൃതി എന്ന പദത്തിന്റെ അർത്ഥം ഉറപ്പ്, സ്ഥൈര്യം, തിടുക്കം, വേഗം. ആൻസർ ഡി ആണ്. എല്ലാം ശരിയാണ്. ധൃതി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചെങ്കിൽ ഉറപ്പുമാണ്, സ്ഥൈര്യമാണ്, തിടുക്കമാണ്, വേഗമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.